ഇറങ്ങിക്കോണം. എന്തോ അമ്മേ? എത്ര നാളെന്ന് വെച്ചാ തിന്നാനും കുടിക്കാനും തരുന്നേ? എവിടെയെങ്കിലും പോയി ജീവിക്കും, ഇങ്ങോട്ട് വരണ്ട. ബസ് ഇതോടെ പോയി കിടക്കുന്നു. എവിടെ പോണ? നീയൊക്കെ ബാഗും തൂക്കിണ്ട് എന്നെ അല്ലേ വീട്ടിൽ ഇറക്കി വിട്ടേ? നീ ഇല്ല ഞങ്ങൾക്ക് എന്തോടെ രസം? ഞങ്ങൾക്കും വേണ്ട ഞങ്ങളുടെ കുടുംബം. നീ എവിടെ പോലെ ഞങ്ങളും കാണും കൂടെ. നിനക്കൊക്കെ പ്രാന്തോടാ. ഞാൻ ബസ് ബുക്ക് ചെയ്തേക്ക്, നീ എന്താ തീരാ നിക്കുന്നു? സർപ്രൈസ് സർപ്രൈസ്, നീ ബുക്ക് ചെയ്ത ബസ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വല്ലാത്ത സർപ്രൈസ് ആയി പോയി. അമ്മ, ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാല് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. മോനെ, അത് മെയിൻ നിന്റെ കൂട്ടുകാരാ സമ്മതിക്കാത്ത. ഞാൻ വെളിയിലെവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുക. അമ്മ ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. എന്റെ കൂട്ടുകാരന്മാരെ മുമ്പ് വെച്ച് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണ അഭിനയിക്കണം. ഇനി എന്തോ ചെയ്യാൻ? നിന്റെയൊക്കെ ശല്യം സഹിക്കാം. നാറികൾ എന്നെ കൊണ്ടേ പോത്തോളൂ. നീ എന്താവോ എന്തോ. നിന്റെ അടുത്ത് ഞാൻ ഒറ്റക്ക് വരാനല്ലേ പറഞ്ഞ ബാംഗ്ലൂർക്ക്, പിന്നെ എന്താ അവന്മാരെ തള്ളിക്കൊണ്ടുവന്നിരിക്കണേ? ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിയത്. അവന്മാർ ഞാൻ അറിയാതെ വന്നേ. അറിയാതെ വരാ എന്ത് കിറ്റീസോ പൂച്ചക്കുഞ്ഞു. അവന്മാർ വന്നതൊക്കെ കൊള്ളാം. നമ്മളെ കാര്യത്തിൽ ഇടപെടാനോ പുറകെ വരാനോ ശ്രമിച്ചാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞു കേട്ടല്ലോ. സതീഷ് വിഷ്ണുവിനെ കാണുന്നില്ല. അവൻ അവിടെ കാണൂടാ. പരിസരം മൊത്തം പോയി ഞാൻ നോക്കി. എന്നാ നമുക്ക് നോക്കിട്ടില്ല. നീ കോളേജ് കണ്ടില്ലല്ലോ? ബാഗ് കാണിച്ചു തരാം. ഇതാണോ നിന്റെ നോട്ടം? ഇടയ്ക്കൊന്ന് ചായ കുടിച്ചിട്ട് നോക്കാൻ കരുതി. കളഞ്ഞിട്ട് വാടാ. ഇതാണ് നമ്മുടെ ക്യാമ്പസ്. അവിടെ ഗേൾസ് ഹോസ്റ്റൽ, പിന്നെ അവിടെ ക്യാൻറ്റീൻ. ഞാൻ എവിടെ പോയി നീക്ക് എന്നെ എങ്ങനെ കണ്ടുപിടിക്കണടാ? നിന്റെ കൂട്ടുകാരെ ഞങ്ങള്. നീ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണും. പക്ഷെ മാനം തപ്പി നമ്മൾ കുറെ നടന്നല്ലേ. അത് ശരി, ഇവളെ കാണാനല്ലേ നാട്ടിൽ കുറ്റിയും പറിച്ചു വന്നേ? എടാ, ഞാൻ ഇവിടെ കാണാൻ വന്നതല്ലേ. ഞാൻ കോഴ്സിൽ എ പഠിക്കാൻ വേണ്ടിട്ട് വന്നയാ. നീ പഠിക്കാനാണോ വന്നേ? അപ്പൊ ഞങ്ങൾ ഇനി എന്തോ ചെയ്യും? നിങ്ങളും ആ പഠിക്കാൻ. ഞങ്ങൾക്കൊരു കൂട്ടാവല്ലേ. അതൊക്കെ ഇരിക്കട്ടെ, 2500 തരാൻ കാണും. 2500 രൂപ എന്തിന്? ഊബറിന്റെ പൈസ കൊടുക്കാൻ. ഊബറിന് എടുക്കണം. ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വന്നതിനായില്ലേ 2500 രൂപ. കിട്ടിയ അവസരത്തിന് ഞങ്ങൾ ഈ ബാംഗ്ലൂർ മൊത്തം ഒന്ന് കറങ്ങി. ഓക്കെ എന്നാ ശരിയല്ലേ, കാണാം. ശരിയടാ. ബാംഗ്ലൂരിൽ നിന്ന് എപ്പം വന്ന്? അന്നെ ബാംഗ്ലൂർ ചേച്ചി ഇങ്ങനെ അറിഞ്ഞ്? എടാ, നിന്റെ അമ്മ നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് നിന്റെ കൂട്ടുകാരെ രക്ഷകരായി വന്ന് നിന്നെ രക്ഷിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയതൊക്കെ നാട്ടിൽ പാട്ടാ. കൂട്ടുകാരന്മാര് രക്ഷകരായിട്ട് നിന്നോ? രക്ഷിക്കാവന്മാരോ തെറിയില്ല വിജയ. തെറിയിലെ വിജയ, തെറിക്കാത്ത വിജയ, അതൊന്നും എനിക്കറിയത്തില്ല. പിന്നെന്താ തിരിച്ചു വന്നേ? അതിയാരും സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. പിന്നെ എന്താ വേണ്ടേ കൊണ്ടാ പോയേ? അല്ല, കൂടെ വന്ന രക്ഷകരൊക്കെ എന്ത് ചെയ്യേ? എനിക്കറിയത്തില്ല. അവന്മാര് ബോധമില്ല, റൂമിലാണ്ട് കിടപ്പുണ്ട്. ഇപ്പോൾ കിട്ടിയ പുതിയ വാർത്ത. നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത റൂമിൽ ഉറക്കി കിടത്തിയിട്ട് വിഷ്ണു തിരികെ നാട്ടിലേക്ക്. തിരിയാനൊരു അവസരം കൊടുത്തപ്പോഴത്തേക്ക് ചേച്ചിന്റെ റോളക്സ് ആക്കിയ അവന്മാര് വെള്ളമൊക്കെ പിടിച്ച് ബാംഗ്ലൂർ എടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാ? റോളക്സ് എങ്കിൽ റോളക്സ്, ഇനി കുറച്ചുള്ള റോളക്സ് ആയിട്ടാണ്. അമ്മ 2 പ്ലേറ്റ് ഇഡ്ഡലി, ഇഡലി.